ഈശോയിൽ വാത്സല്യമുള്ള സഹോദരി സഹോദരന്മാരെ, ഏലിയാസ് ലീവ മൂശക്കാലത്തിലെ 8ാമത്തെ ആഴ്ചയിലേക്കാണ് നമ്മൾ പ്രവേശിക്കുക. ഇന്നത്തെ ദൈവവചന വായനയിൽ ആദ്യത്തേത് നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ദൈവത്തിൻ്റെ സർവശക്തമായ കരങ്ങളിലൂടെ എങ്ങനെ ഇസ്രായേൽ ജനത അടിമത്തത്തിൽ നിന്ന് സ്വാതന്ത്ര്യത്തിലേക്ക് വന്നുവെന്നും എങ്ങനെ അവർ സമചിത്തതയോടുകൂടി ദൈവഹിതത്തിന് കീഴ്പ്പെട്ട് വാഗ്ദത്ത ഭൂമിയിൽ വസിക്കണമെന്നും മൂശ അവരെ ഓർമ്മപ്പെടുത്തുന്ന ഭാഗമാണ് നമ്മൾ നിയമാവർത്തന പുസ്തകത്തിൽ കണ്ടെത്തുന്നത്. ദൈവത്തിൻ്റെ ഹിതം അനുസരിച്ച് അവർ ജീവിക്കുമ്പോൾ എല്ലാ വിധത്തിലും അവർ അനുഗ്രഹീതരായിത്തീരും. അവരുടെ കൃഷിയിടങ്ങൾ സമൃദ്ധമായ ഫലങ്ങൾ ഉളവാക്കും. വർഷാരംഭം മുതൽ തന്നെ ദൈവാനുഗ്രഹമുള്ളതുകൊണ്ട് എല്ലാം ഫലപ്രദമായി തീരുമെന്ന് മൂശ ജനത്തോട് പറയുകയുണ്ടായി. എന്നാൽ ദൈവത്തിൻ്റെ ഹിതത്തിന് യോജിക്കാതെ പ്രവർത്തിച്ചാൽ അവർക്ക് ദുരനുഭവങ്ങളും ഉണ്ടാകുമെന്നും മൂശ അവരെ ഓർമ്മിപ്പിച്ചു. ദൈവത്തിൻ്റെ അനന്തകരുണകളെ അനുസ്മരിച്ചുകൊണ്ട് ജീവിക്കാൻ അതുകൊണ്ട് ജനം ജാഗരൂകതയുള്ളവരായിരിക്കണമെന്ന് വീണ്ടും വീണ്ടും മൂശ അവരെ ഓർമ്മപ്പെടുത്തി. 2ാമത്തെ വായന യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നിന്നുള്ളതാണ്. ജനങ്ങൾക്ക് ആശ്വാസം നൽകുന്ന ഒരു ദൈവത്തെയാണ് അവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. ദൈവത്തിൻ്റെ ആഗമനത്തിൽ ദൈവത്തിനു വേണ്ടി വഴി ഒരുക്കുവാനായിട്ട് ഉള്ള ആഹ്വാനം അവിടെ കാണാം. അതുപോലെ തന്നെ നല്ല ഒരു അനുപാലകനെ പോലെ ദൈവം തൻ്റെ ജനത്തെ ആശ്വസിപ്പിക്കുന്ന കാര്യവും അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. കുഞ്ഞാടുകളെ മാറോട് ചേർത്ത് പിടിച്ചുകൊണ്ടും തള്ളയാടുകളെ വഴി നടത്തുന്ന ഒരു ദൈവത്തെ അനുപാലകനായിട്ട് അവിടെ യെശയ്യാ ചിത്രീകരിച്ചിരിക്കുന്നു. 3ാമത്തെ വായന കൊരിന്ത്യർക്കുള്ള ലേഖനത്തിൽ നിന്നുള്ളതാണ്. പൗരസഭസോരൻ താൻ ചെന്നിടത്തെല്ലാം തനിക്ക് വചനത്തിൻ്റെ വാതിൽ തുറന്നു കിട്ടിയെന്നും വചനത്തിൻ്റെ ഉത്തമനായ ശുശ്രൂഷകനെ പോലെ വർത്തിച്ചുവെന്നും നശിച്ചു പോകുന്നവർക്കും രക്ഷപ്പെടുന്നവർക്കും ഒരുപോലെ ക്രിസ്തുവിൻ്റെ പരിമിതമായിട്ടാണ് താൻ വർത്തിക്കുന്നതെന്നും അദ്ദേഹം ലേഖനത്തിലൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മൾ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൻ്റെ വിവിധ രംഗങ്ങളിൽ ദൈവവചനത്തോട് വിശ്വസ്തയുള്ളവരെ വർത്തിക്കണമെന്ന്, വചനത്തിൻ്റെ ആ ചൈതന്യത്തിൽ ജീവിക്കണമെന്ന് നമ്മളോട് അദ്ദേഹം ഇതുവഴിയായിട്ട് ഉപദേശിക്കുകയാണ്. ഇനിയും 4ാമത്തെ വായനയിലേക്ക് നമ്മൾ കടക്കുമ്പോൾ കണ്ടെത്തുന്നത് വിശുദ്ധ മത്തായിയുടെ സുവിശേഷമാണ്. വിശുദ്ധ മത്തായിയുടെ ക്രിസ്തീയ സമൂഹങ്ങളിൽ ഉണ്ടായിരുന്ന ചില ന്യൂനതകളെ തിരുത്തുന്നതിന് വേണ്ടി കൂടി എഴുതപ്പെട്ട ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒരു ഉപമയാണ് ഇവിടെ നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത്. അവിടെ ഒരു വയലിൻ്റെ ഉടമയോട് ദൈവം തന്നെ ഉപമിച്ചിരിക്കുന്ന പോലെയാണ് ഉപമയിൽ കണ്ടെത്താൻ സാധിക്കുന്നത്. അവിടെ യജമാനൻ വിവിധ മണിക്കൂറുകളിൽ തൻ്റെ മുന്തിരിത്തോട്ടത്തിലേക്ക് ആളുകളെ വിളിക്കാൻ വേണ്ടി വരുന്ന കാര്യം ഓർമ്മപ്പെടുത്തുന്നു. 1ാമത്തെ മണിക്കൂറും 3ാമത്തെ മണിക്കൂറും 6ാമത്തെ മണിക്കൂറും 9ാമത്തെ മണിക്കൂറും 11ാമത്തെ മണിക്കൂറും ഇങ്ങനെ വിവിധങ്ങളായ മണിക്കൂറുകളിൽ തൻ്റെ തോട്ടത്തിലേക്ക് വേലക്കാരെ വിളിക്കാനായിട്ട് തോട്ടമുടമ പുറപ്പെടുന്നു. ഈ 1ാമത്തെ മണിക്കൂർ നമ്മുടെ പ്രഭാതത്തിൽ സൂര്യോദയം മുതൽ അസ്തമയം വരെയുള്ള സമയമാണ്. ഇന്നത്തെ രീതിയിലുള്ള ഒരു സമയക്രമീകരണമല്ലായിരുന്നു നേരത്തെ ഉണ്ടായിരുന്നത്. വിവിധ കാലഘട്ടങ്ങളിൽ സമയത്തിൻ്റെ ക്രമീകരണങ്ങൾ മാറി വന്നെങ്കിലും അതിലേക്കെല്ലാം നമുക്കിപ്പോൾ ശ്രദ്ധ തിരിക്കേണ്ട. 1ാമത്തെ മണിക്കൂർ എന്ന് പറയുന്നത് 6 മുതൽ 7 വരെയുള്ള സമയമാണ്. എന്തുകൊണ്ട് വിവിധ സമയങ്ങളിൽ ഈ യജമാനൻ വേലക്കാരെ വിളിക്കാൻ വേണ്ടി പുറപ്പെട്ടു? അന്ന് ആ ഉപമയുടെ പറഞ്ഞ കാലത്തെ ആ സാഹചര്യങ്ങളും കൂടെ കണക്കിലെടുക്കേണ്ടതുണ്ട്. വേലക്കാരായിട്ട് ജോലി ചെയ്യാൻ ആഗ്രഹിച്ചിരുന്നവരായ ആളുകൾ ചന്തസ്ഥലത്ത് വിവിധ സ്ഥലങ്ങളിൽ കൂടി നിൽക്കുക പതിവായിരുന്നു.
വേലക്കാരെ ആവശ്യമുള്ള യജമാനൻ ഈ കൂടി നിൽക്കുന്ന ആളുകളുടെ അടുക്കൽ ചെന്നെത്താണ് തനിക്ക് ആവശ്യമുള്ളവരായ ആളുകളെ തിരഞ്ഞെടുത്ത് തന്റെ വയലിലേക്ക് അയക്കുമായിരുന്നു. കൂടുതൽ ജോലിക്കാരെ ആവശ്യമുള്ളപ്പോൾ വീണ്ടും വീണ്ടും ഇങ്ങനെ ഇറങ്ങി വരികയും അവിടെ കാണുന്നവരെയൊക്കെ വിളിച്ചു വിടുകയും ചെയ്യുമായിരുന്നു. നമ്മുടെ ഇന്നത്തെ ഇതുപോലെ ഭാഗത്ത് കണ്ടെത്തുന്ന സ്ഥലത്ത് 1-ാം മണിക്കൂറിൽ കുറെ പേരെ വിളിച്ചു കൊണ്ടുപോയി. അത് കഴിഞ്ഞ് തന്റെ ജോലിക്ക് കൂടുതൽ ആൾക്കാരെ ആവശ്യമുള്ളത് കണ്ട യജമാനൻ പിന്നീട് 3-ാം മണിക്കൂറിലും ഇറങ്ങിച്ചെന്നു. അപ്പോഴും കുറെ പേരെ കണ്ടു വേറെ സ്ഥലത്തുനിന്ന്. അത് കഴിഞ്ഞ് വീണ്ടും 6-ാം മണിക്കൂറിലും 9-ാം മണിക്കൂറിലും 11-ാം മണിക്കൂറിലും ചെന്നപ്പോഴൊക്കെ കണ്ടുവരെയെല്ലാം തന്റെ ജോലി സ്ഥലത്തേക്ക് പറഞ്ഞുവിട്ടു. ഓരോരുത്തർക്കും ന്യായമായത് കൊടുക്കാമെന്ന് ആയിരുന്നു യജമാനൻ പറഞ്ഞത്. അവസാനത്തെ ആൾക്കാര് 11-ാം മണിക്കൂറിൽ വന്നവരായ ആളുകൾ 4 മുതൽ 5 മണി വരെയുള്ള സമയത്താണ് പണിയെടുത്തത്. യജമാനൻ കൂലി കൊടുക്കുന്ന സമയത്ത് ഒരു പ്രത്യേകത നമുക്കിവിടെ കണ്ടെത്താൻ സാധിക്കുന്നു. അവസാനത്തെ ആൾക്കാർ മുതൽ ആദ്യം വന്നവർ വരെ ഉള്ളവർക്ക് കൂലി കൊടുക്കുക എന്നാണ് അദ്ദേഹം തന്റെ കാര്യസ്ഥനോട് പറയുന്നത്. ഒടുവിൽ വന്നവരായ ആളുകൾക്ക് ഒരു ദിവസത്തെ കൂലി 1 ദനാറ കൊടുത്തു. അപ്പോൾ ആദ്യം വന്നവർ വിചാരിച്ചു തങ്ങൾക്ക് കൂടുതൽ ലഭിക്കുമായിരിക്കുമെന്ന്. എന്നാൽ അവർക്കും കിട്ടിയത് 1 ദനാറ, അല്ലെങ്കിൽ ഒരു കുടുംബത്തിന് ഒരു ദിവസത്തെ ഉപജീവനത്തിന് ആവശ്യമായ കൂലിയാണ്. യജമാനൻ അവരോട് അനീതിയൊന്നും കാണിച്ചില്ല. എങ്കിലും ആദ്യം വന്നവർക്ക് തങ്ങളോട് അനീതി പ്രവർത്തിച്ചതുപോലെ തോന്നി. അതുകൊണ്ട് അവർ പിറുപിറുക്കുകയാണ് യജമാനെതിരായിട്ട്. അപ്പോൾ യജമാനൻ പറഞ്ഞു, 1 ദനാറായിക്കാണ് നിങ്ങൾ എന്നോട് പറഞ്ഞൊത്തത്, അതനുസരിച്ച് ഞാൻ ചെയ്തു. നിങ്ങൾക്ക് എന്നതുപോലെ ഒടുവിൽ വന്നവർക്കും കൊടുക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ എൻ്റെ വസ്തുവക കൊണ്ട് എനിക്കിഷ്ടമുള്ളതുപോലെ ചെയ്യാൻ പാടില്ലെന്നാണോ നിങ്ങൾ പറയുക? യജമാനൻ അവർക്ക് കൊടുത്തത് അനീതിയായിട്ട് അവർക്ക് തോന്നിയതുകൊണ്ട് വെറുവെറുപ്പു. ഇന്നും ഇതുപോലെയൊക്കെ സംഭവിക്കാം. ഇവിടെ ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഉപമയായതുകൊണ്ട് ശിഷ്യത്വവും ദൈവരാജ്യവും ഒരുപോലെ കാണണമെന്ന് ഉപമയിലൂടെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതുപോലെ മൂപ്പന്മാർ വിമ്പന്മാർ എന്നിങ്ങനെ ഒരു വിവേചനവും ദൈവവചനത്തിൽ തന്നെ കണ്ടെത്തുന്നു. ദൈവരാജ്യത്തിന് ശിഷ്യത്വവും അതുപോലെ അതിലേക്കുള്ള വിളിയും സമാനത ഉൾക്കൊള്ളുന്നതാണ്. ജീവിച്ച മണിക്കൂറുകളെല്ലാം പ്രധാനപ്പെട്ടത് കൂലി കൊടുക്കുന്നവനായ അല്ലെങ്കിൽ യജമാനൻ്റെതായ ആ കാരുണ്യവും നന്മയുമാണ് പ്രധാനപ്പെട്ടത്. ഇന്നും ജീവിതത്തിൽ വിവിധ വഴികളിൽ ആയിരിക്കുന്നവരായ ആളുകളെ കൂടെ ആണ് ഈ വിവിധ മണിക്കൂറുകളിലുള്ള ആ ജോലിക്കാരെ ഉപമയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജീവിതത്തിൽ വിവിധ തുറകളുണ്ട്. ജീവിതത്തിൽ വിവിധ സാഹചര്യം വിളിക്കപ്പെടുന്നവരുണ്ട്. ഇവർക്കൊക്കെ ഒരുപോലെ കൂലി കൊടുക്കുവാനായിട്ട് ദൈവം സന്നദ്ധനാകുന്നെങ്കിൽ നമ്മൾ അതിൽ അസൂയപ്പെടേണ്ട കാര്യമില്ല. വളരെ അധികം തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു ഉപമയുമാണിത്. മാനസാന്തരവും ജ്ഞാനസ്ഥാന സ്വീകരണവും മരണത്തോട് അനുബന്ധിച്ച് മാത്രം മതിയെന്ന് ചിന്തിച്ചിരുന്ന ഒരു കൂട്ടം ആളുകളുണ്ടായിരുന്നു. അതിനെ തിരുത്തുന്നതിന് വേണ്ടി കൂടെ മത്തായിയുടെ ക്രിസ്തീയ സമൂഹത്തിന് നൽകപ്പെട്ട ഒരു ഉപമയാണ് ഇത് എന്ന് വ്യാഖ്യാതാക്കൾ നമുക്ക് പറഞ്ഞു തരുന്നു. ഈ ഉപമയിലെ വിവിധ മണിക്കൂറിലെ ആൾക്കാർ അവർ യജമാനന്റെ ഹിതപ്രകാരം അധ്വാനിച്ചു. അതുകൊണ്ട് യജമാനൻ അവർക്ക് അർഹമായത് ഉചിതമായത് കൊടുക്കുക തന്നെ ചെയ്തു. നമ്മുടെ ജീവിത സാഹചര്യങ്ങളിലും ഒരുപക്ഷെ മറ്റുള്ളവർക്ക് കൂടുതൽ കിട്ടുന്നതായിട്ട് നമുക്ക് തോന്നുമ്പോഴും കാരുണ്യവാനായ ദൈവം നമുക്ക് തരുന്നത് കൊണ്ട് തൃപ്തിപ്പെട്ട് കഴിയുവാനും അസൂയയും തെറ്റായ മനോഭാവം പുലർത്താതിരിക്കുവാനും നമ്മൾ കടപ്പെടുന്നു എന്നുകൂടെ ഈ വചനത്തിന്റെ വ്യാഖ്യാനത്തിലൂടെ മനസ്സിലാക്കേണ്ടതുണ്ട്. യജമാനനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നത് ദൈവം തന്നെയാണ്. പ്രപഞ്ചം മുഴുവൻ്റെയും കർത്താവാണത്. അവിടുന്ന്
ഈ പ്രപഞ്ചത്തിലുള്ളതെല്ലാം എല്ലാവർക്കുമായിട്ട് പങ്കുവച്ചു കൊടുക്കുന്ന ആ നല്ല ദൈവത്തിന്റെ കാരുണ്യവും സ്നേഹവും അനുഭവിച്ചറിയുന്ന നമ്മൾ ഒരു കാലത്തും മറ്റുള്ളവരുടെ ദേഷ്യമോ ഈർഷ്യയോ അസൂയോ പുലർത്താതെ നമുക്ക് ദൈവം തന്ന ആ നന്മകളോട് നന്ദി പറഞ്ഞുകൊണ്ട് കൃതജ്ഞതാപൂർവ്വം ജീവിക്കാനാണ് പ്രത്യേകം ശ്രദ്ധ പതിപ്പിക്കേണ്ടത്. തെറ്റായ മനോഭാവങ്ങളും നമുക്ക് കിട്ടിയതിനേക്കാൾ കൂടുതൽ ആർക്കെങ്കിലും കിട്ടിയതായിട്ട് തോന്നുമ്പോൾ അസൂയയുടെ മനോഭാവവും പുലർത്താതെ ദൈവത്തിന്റെ സ്നേഹവും കാരുണ്യവും അനുഭവിച്ചറിഞ്ഞ് സന്തോഷപൂർവ്വം ദൈവമഹത്വത്തിനു വേണ്ടി എത്തിക്കുവാനും ദൈവം നമുക്ക് ഒരുക്കുന്ന ആ സ്വർഗ സൗഭാഗ്യം കരഗതമാക്കുവാനും വേണ്ട കൃപാവരത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മളെ എല്ലാവരെയും സമർത്ഥമായി അനുഗ്രഹിക്കുമാറാകട്ടെ.